Once again, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. This time I am here with the paper Management Concepts and Thought, which is a core paper for semester 3 BCom with Commerce Tax Procedure and Practices students under Kerala University. This is the 44th lecture of the series. Continuation of the previous lecture, types of leadership or styles of leadership. Bureaucratic leadership. Under bureaucratic leadership, a leader believes in structured procedures and ensure that his or her employees follow procedures exactly. This type of leadership leaves no space to explore new ways to solve issues and in fact work by book. This type of leadership is normally followed in hospitals, universities, banks, and government organizations to reduce corruptions and increase security. Self-motivated individuals who are highly energetic often feel frustrated because of organization inability to adapt to changing environment. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്. ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് ഫോളോ ചെയ്യുന്ന ലീഡർ സ്ട്രക്ചേർഡ് പ്രൊസീജിയേഴ്സിനെയാണ് അവർ ബിലീവ് ചെയ്യുന്നത്. അവരുടെ എംപ്ലോയീസ് ആ പ്രൊസീജിയേഴ്സ് എല്ലാം കറക്റ്റായിട്ടാണോ ഫോളോ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പിലുള്ള ലീഡേഴ്സ് ചെയ്യുന്നത്. ഈ ലീഡർഷിപ്പ് സ്റ്റൈല് ബുക്കിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലീഡേഴ്സിനുള്ളതാണ്. അവർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. പുതിയ രീതികൾ എക്സ്പ്ലോർ ചെയ്യാൻ ഈ ലീഡർഷിപ്പ് സ്റ്റൈലിലുള്ള ലീഡേഴ്സ് ശ്രമിക്കുന്നില്ല. ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് സാധാരണ ഫോളോ ചെയ്യുന്നത് ഹോസ്പിറ്റൽസ്, യൂണിവേഴ്സിറ്റീസ്, ബാങ്ക്സ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഇവരൊക്കെയാണ്. എന്തുകൊണ്ടെന്നാൽ കറപ്ഷൻസിനെ കുറയ്ക്കുകയും സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു തരം ലീഡർഷിപ്പാണ് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ചേഞ്ചിങ് എൻവയോൺമെൻറ്റിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഓർഗനൈസേഷൻ്റെ ഇന്നബിലിറ്റി അതുകൊണ്ട് തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റൈൽ ഈസ് ചരിഷ്മാറ്റിക് ലീഡർഷിപ്പ്. ദ ചരിഷ്മാറ്റിക് ലീഡർ ഈസ് വിഷണറി ആൻഡ് വർക്ക്സ് ബൈ ഇൻഫ്യൂസിങ് high amount of energy and enthusiasm in his team. He sets a role model for his team and drive others to show high level of performance. This type of leader is committed to the organization and believes more in him rather than his team. The presence of charismatic leader works as a boost for rest of the employees and therefore such a type of leader should be committed to the organization for the long run. ചരിഷ്മാറ്റിക് ലീഡർഷിപ്പിലെ ലീഡർ അവർ വർക്ക് ചെയ്യുന്ന ടീമിൽ എനർജിയും എന്തൂസിയാസവും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്. ചരിഷ്മാറ്റിക് ലീഡറാണ് ഒരു റോൾ മോഡലായിട്ട് ആ ടീമിനെ നയിക്കുന്നത്. അതുപോലെ തന്നെ അവരെ ഹൈ ലെവൽ പെർഫോമൻസ് അവരിൽ നിന്നും ഉണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കുന്നതും ഈ ലീഡറാണ്. കരിഷ്മാറ്റിക് ലീഡറിൻ്റെ പ്രസൻസിൽ എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യുകയും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചരിഷ്മാറ്റിക് ലീഡർഷിപ്പ് പോലെയുള്ള ലീഡേഴ്സാണ് ഓർഗനൈസേഷനിൽ ലോങ് റണ്ണിൽ കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. എ ചരിഷ്മാറ്റിക് ലീഡർഷിപ്പ് മേ പോസ് ആസ് എ റിസ്ക് ടു ദ കമ്പനി ഇഫ് ഹി ഡിസൈഡഡ് ടു ലീവ് to explore new opportunities, and it might take lot of time and hard work by the company to win the confidence of its employees. Charismatic leader decide ചെയ്യുകയാണ് he leave the company to explore new opportunities. കമ്പനിക്ക് അത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ കോൺഫിഡൻസ് നേടിയെടുക്കാൻ ഒരുപാട് ടൈമും ഹാർഡ് വർക്കും വേണ്ടി വരും. നെക്സ്റ്റ് വൺ ഈസ് സപ്പോർട്ടീവ് ലീഡർഷിപ്പ്. സപ്പോർട്ടീവ് ലീഡർഷിപ്പ് ഷോ കൺസേൺ ഫോർ ദ നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ്. ലീഡർ ഈസ് ഫ്രണ്ട്ലി ആൻഡ് അപ്രോച്ചബിൾ.
Supportive leadership would be more suitable for highly structured tasks and a bureaucratic and formal authority relationship. In supportive leadership, leaders support their subordinates officially and sometimes personally also. Leader always try to fulfill their requirements. It boosts employees' morale also. അടുത്ത തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് സപ്പോർട്ടീവ് ലീഡർഷിപ്പ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ലീഡർ എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിനോട് ഫ്രണ്ട്ലി ആയിരിക്കും, അപ്രോച്ചബിൾ ആയിരിക്കും, സപ്പോർട്ടീവ് ആയിരിക്കും. സപ്പോർട്ടീവ് ലീഡർഷിപ്പിൽ ലീഡർ സബോർഡിനേറ്റ്സിനോട് ഒഫീഷ്യലി മാത്രമല്ല പേഴ്സണലിയും സപ്പോർട്ടായിരിക്കും. ഈ ലീഡർ എപ്പോഴും അവരുടെ എംപ്ലോയീസിൻ്റെ റിക്വയർമെൻറ്റ്സിനെ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കും. അത് അവരുടെ എംപ്ലോയീസിൻ്റെ മൊറയിൽ കൂട്ടാൻ സഹായിക്കും. Then the last style is achievement-oriented leadership. Achievement-oriented leadership encourages employees to perform at their highest level by setting challenging goals, emphasizing excellence, and demonstrating confidence in employees' abilities. Achievement-oriented leadership is largely suitable for unstructured tasks where the subordinates' need for achievement ഈസ് ഹൈ. അച്ചീവ്മെൻ്റ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് അവരുടെ എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്നു ഹൈ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ, ചലഞ്ചിങ് ഗോൾസിനെ സെറ്റ് ചെയ്യാൻ, എക്സലൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും, കോൺഫിഡൻസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും, അതുവഴി എംപ്ലോയീസിൻ്റെ എബിലിറ്റീസിൽ ഇതെല്ലാം കൊണ്ടുവരാനും അച്ചീവ്മെൻ്റ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് സഹായിക്കും. ഈ അച്ചീവ്മെൻ്റ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് ലാർജ്ലി നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അൺസ്ട്രക്ചേർഡ് ടാസ്കുകളിലാണ്. സബോർഡിനേറ്റ്സിന് ഹൈ അച്ചീവ്മെൻ്റ് ആവശ്യമുള്ള ഏരിയയിലാണ് അച്ചീവ്മെൻ്റ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് ഉപയോഗിക്കേണ്ടത്. These are the types of leadership or styles of leadership. Okay, my dear students, please do the homework and send me back through WhatsApp. Thank you.